Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യയ്ക്ക് വിളമ്പുന്ന പുളി ഇഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല എരിവും പുളിയും മധുരവും ഒക്കെയുള്ള പുളി ഇഞ്ചി എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പുളി പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. വെയിറ്റ് പറയുകയാണെങ്കിൽ ഒരു 50 ഗ്രാം ഉണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് 15 തൊട്ട് 30 മിനിറ്റ് വരെ ഒന്ന് സോക്ക് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ പുളി നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഒരു 30 മിനിറ്റിന് ശേഷം ഞാനിത് നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിയിഞ്ചിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കര ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കാം. അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉരുക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഒരു 100 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം മധുരം വേണമെന്നില്ലെങ്കിൽ ശർക്കര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാനിത് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഞാനിത് ചോപ്പറിലിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ കൈകൊണ്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. അതും അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഫൈനായിട്ടത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഞാനിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഓപ്ഷണലാണ്. എന്നിട്ട് കുറച്ച് സമയം അതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് കൂടുതൽ സമയം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി വരാനായിട്ട്. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇഞ്ചി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ട് നല്ല കറുപ്പ് നിറമുള്ള പഴകിയ പുളി എടുക്കുകയാണെങ്കിൽ ഈ പുളിയിഞ്ചിക്ക് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടും. ഇനി ഈ പുളിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പുളി ചേർത്തതിന് ശേഷം കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ശർക്കരയും ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വറ്റിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇലയിൽ നിന്നും ഒഴുകി പോകാത്തൊരു പരുവത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് ചൂടാറുമ്പോൾ വീണ്ടും ഒന്ന് കുറുകി വരും. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി നമുക്കിത് പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.